ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കുന്നതിലേക്ക് ആവശ്യമായിട്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചെടുത്തതാണ്. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഞാനിത് അരച്ച വെള്ളം തന്നെ കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് നന്നായി കുഴച്ചെടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുക്കർ വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി, കറിവേപ്പില, പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത് ഒഴിച്ച് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഊറ്റിയെടുക്കുകയാണ്. പാനൊന്ന് ചൂടായി വന്നതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ നെയ്ച്ചോറിനുള്ള ഉള്ളിയും കൂടി വഴന്ന് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ബേ ലീഫ്, കറുകപ്പട്ട, കറാമ്പൂവ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് റോസ്റ്റായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ്. നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വെച്ചതാണ്. ഒന്ന് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനും നെയ്ച്ചോറും കറിയും പപ്പടവും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു.